ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണ്. അബ്രാഹം തൻ്റെ പ്രിയപ്പെട്ട വിശ്വസ്തനായ സേവകനെ അടുത്ത് വിളിച്ച് പറയുകയാണ്, എൻ്റെ മകന് വേണ്ടി നീ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ച് അബ്രാഹത്തിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്. നമ്മൾ ആ യാത്രയോടൊപ്പം ചേരുകയാണ്. ആ യാത്ര നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാനായി പോകുന്നത് നസ്രത്തിലെ പാവപ്പെട്ട ഒരു കന്യകയുടെ അടുത്തേക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ചില കണക്ഷനുകൾ, ചില ലിങ്കുകൾ, ചില ടൈപ്പോളജികൾ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. നമുക്കിത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലൊരു നിധിയാണിത്. അബ്രാഹം തൻ്റെ ഭൃത്തിനെ അയക്കുന്നത് പോലെ പിതാവായ ദൈവം തൻ്റെ വിശ്വസ്ത ഭൃത്തിനെ ആർക്ക് ഏഞ്ചൽസിൽ ഒരാളെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ നേരെ ചെന്ന് ഈ പെൺകുട്ടിയെ കാണുകയാണ്. പോകുമ്പോൾ അബ്രാഹം ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എൻ്റെ ജനത്തിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ നീ പെൺകുട്ടിയെ കണ്ടുപിടിക്കാവുള്ളൂ. ഇതുപോലെ പിതാവായ ദൈവം തൻ്റെ പുത്രന് വേണ്ടി ഒരു കന്യകയെ അന്വേഷിക്കുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേലിൽ തന്നെ പെട്ട ഒരു കന്യകയുടെ അടുത്തേക്കാണ് വരുന്നത്. മറ്റ് ജാതികളിലേക്കൊന്നും പോകുന്നില്ല, ഇസ്രായേലിലേക്കാണ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ റബേക്കയെ ഈ ഭൃത്യൻ കാണുന്നു. അതിനുശേഷം അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പം ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള പരാമർശം ഇപ്രകാരമാണ്: അവൾ കന്യകയാണ്, അവൾ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ദൂതം വരുമ്പോഴും ഇതേ പരാമർശമാണ്, കന്യകയാണ്. അമ്മ പറയുന്നു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഇതിനുശേഷം ഈ വിവാഹ ആലോചന നടത്തുന്നു. ആലോചന നടത്തിയതിന് ശേഷം കൺസെൻറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ റബേക്ക പറയാണ്, ഞാൻ റെഡിയാണ്. ഇതേപോലെ തന്നെ പരിശുദ്ധ അമ്മ പറയാണ്, ലെറ്റ് ദൈ വിൽ ബി ഡൺ ടു മീ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയാണ്. റബേക്ക കൺസെൻറ്റ് കൊടുത്തതുപോലെ അമ്മയും കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥലത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം അവിടെ നിൽക്കേണ്ടതാണ്. പക്ഷേ കൺസെൻറ്റ് കിട്ടിയ ഉടനെ ഈ ഭൃത്തിന് നേരെ തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്ന ദൂതൻ കൺസെൻറ്റ് കേട്ട ഉടനെ തിരിച്ചു പോവുകയാണ്. എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അബ്രാഹത്തിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിന് വേണ്ടി കന്യകയായ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് ഒരു ഭൃത്തിനെ അയക്കുന്നത് പോലെ പിതാവായ ദൈവം തൻ്റെ പുത്രന് വേണ്ടി കന്യകയായ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് വരുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ടൈപ്പാണ് നമ്മൾ കണ്ടത്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു മാരേജാണ് സംഭവിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള മാരേജ്. ഈ മാരേജ് എവിടെയാണ് നടക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈ മാരേജ് നടക്കുന്നു. അവിടെ വേർ ഗോഡ് ആൻഡ് മാൻ ബിക്കം വൺ. ഇസ്ഹാക്ക് റബേക്കയെ സാറായുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. അതവിടെ നുപ്ഷ്യൽ ചേംബറാണ്. അവിടെ അവർ ഒന്നായി തീർന്നതുപോലെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുന്ന മനോഹരമായൊരു വിവാഹത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. ആ ഒന്നായിത്തീരലിൻ്റെ ഫലമാണ് നമ്മൾ.